പുനർജനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലബാർ ഹോസ്പിറ്റലിൽ ഷമീർ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഇക്രയിലേക്ക് ഞങ്ങൾ പോകുന്നതിനെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും. പിറ്റേ ദിവസം രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പുലർച്ചയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോയത്. ഞാനും അമ്മയും അതുപോലെ തന്നെ ഹസ്ബൻഡും ചേച്ചിയേട്ടനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ ഒരു 8:30 മണിയോടുകൂടി ഇക്ര ഹോസ്പിറ്റലിൽ ഞങ്ങളെത്തി. അവിടെ ഞങ്ങൾ ഷബ്ന മാമിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാഷ്വാലിറ്റിയിലാണ് അഡ്മിറ്റായത്. അന്ന് വൈകിട്ട് വരെ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. പഴയ പോലെ തന്നെ മലബാർ ഹോസ്പിറ്റലിൽ ചെയ്ത അതേ ടെസ്റ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. നോക്കുന്ന സമയത്ത് ഡോക്ടറിനോട് ചോദിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നേഴ്സുമാരോടും അതുപോലെ ഡോക്ടറോടും 2-3 തവണ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, മലബാർ ഹോസ്പിറ്റലിൽ ഷമീർ സാറ് പറഞ്ഞ പോലെ നല്ല നീരുണ്ട്, അത് മാറും, ആ രീതിയിലാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് ഒബ്സർവേഷൻ വാർഡിലേക്ക് ഞങ്ങൾ മാറ്റി. അവിടെ ഹസ്ബൻഡ് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അമ്മയായിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. ആ ഒരു 2 ദിവസം ഞങ്ങളവിടെ ഒബ്സർവേഷനിലായിരുന്നു. സാധാരണ പോലെ തന്നെ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അധികം ടാബ്ലറ്റ്സ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 1-2 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് മാത്രം. അതെനിക്ക് തോന്നുന്നു, എനിക്ക് കാലിനൊരു കടച്ചിലുണ്ടായതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ്സ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഇതൊന്നും കൂടെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ 2 ദിവസവും നല്ല ടെൻഷനിലായിരുന്നു. എന്താവും എന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത്, കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ കിഡ്നിക്ക് നീര് വരുന്നത് സ്വാഭാവികമല്ലേ, അതിപ്പോൾ എത്രയോ ആളുകൾക്ക് വരുന്നുണ്ട്. ആ രീതിയിൽ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വൈകിട്ട് പതിവില്ലാതെ ഹസ്ബൻഡ് ഒരുപാട് തവണ ഞങ്ങൾ ആ ഒരു റൂമിലേക്ക് കയറി വരികയും ആളുടെ മുഖത്ത് നല്ല ടെൻഷനും കാണുകയും ചെയ്തപ്പോൾ എനിക്കെന്തോ മനസ്സിനാകൊരു പേടി തുടങ്ങി. എന്തോ നമ്മളെ ജീവിതത്തിൽ അടുത്തടുത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതെങ്ങനെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ആളടുത്ത് കുറേ ചോദിച്ചു, എന്താണ് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത് നല്ല എന്നോട് പറഞ്ഞതല്ലേ, നീരല്ലേ, അതുവേ മാറില്ലേ എന്നുള്ള ആ രീതിയിൽ മാത്രമാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 3-ാമത്തെ ദിവസം എൻ്റെ ലൈഫിൽ ആളുടെ മുഖത്ത് ആ ടെൻഷൻ കണ്ടപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം എൻ്റെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സംഭവം, അതായത് ആ ഒരു ദുരന്തം എൻ്റെ ലൈഫിൽ വരാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. പിന്നീടുള്ള എൻ്റെ ദിവസങ്ങൾ എങ്ങനെ നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. അത്രയും എൻ്റെ കുഞ്ഞുങ്ങളാലോചിച്ചും എൻ്റെ കുടുംബത്തിനാലോചിച്ചും ടെൻഷൻ തുടങ്ങി. എന്തോ എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നെന്ന് തോന്നി. അത് ഒരിക്കലും തെറ്റായിരുന്നില്ല. ആ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.